അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ റസൂല് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വിവാഹത്തെ സംബന്ധിച്ച് എപ്പോഴും പരിഹാസ്യരൂപേണ ശത്രുക്കൾ പ്രചരിപ്പിക്കാറുള്ള ഒരു ആരോപണമാണ് അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തോട്ടത്തിൽ വെച്ചും ഒരു അന്യ സ്ത്രീയെ കയറി പിടിച്ചു എന്നുള്ളത്. യഥാർത്ഥത്തിൽ എന്താണത് സംഭവം? ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത്, ഇസ്ലാമിൻ്റെ ആദ്യകാലത്തല്ല, ഇസ്ലാമിലേക്ക് വന്ന ഉടനെ ഒരു സഹാബി, ആ സഹാബിയുടെ മകളെ അള്ളാഹുവിൻ്റെ റസൂലിന് നിക്കാഹ് ചെയ്തു കൊടുത്തു. അങ്ങനെ ആ തോട്ടത്തിലുള്ള വീട്ടിൽ വെച്ചാണ് അള്ളാഹുവിൻ്റെ റസൂലിന് കൂടാൻ, അവരെ കണ്ടുമുട്ടാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്ത്രീയുടെ ശരീരത്തിൽ ചുമരിൽ കൈവച്ചപ്പോൾ ആ സ്ത്രീക്കത് ഇഷ്ടമായില്ല എന്ന് മാത്രമല്ല, റസൂലുള്ളാഹിയുമായുള്ള ബന്ധം ഇഷ്ടമല്ല എന്നുള്ളത് അറിയിക്കുകയും അതിന് ഫിദിയ നൽകിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് ഫിദിയയുടെ സംഖ്യ സഹാബത്തിനെ ഏൽപ്പിച്ചിട്ട് ആ ബന്ധം അവിടെ വെച്ച് അവസാനിപ്പിച്ച ഒരു സംഭവം ആണ് അത്. അതാണ് ഇവിടെ ഇസ്ലാം വിമർശകർ അള്ളാഹുവിൻ്റെ റസൂല് കാണുന്നിടത്തു നിന്നൊക്കെ കിട്ടുന്ന പെണ്ണുങ്ങളൊക്കെ കയറിപ്പിടിച്ചു എന്ന പരിഹാസവുമായി വരാറുള്ളത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരാമർശിച്ചുകൊണ്ട് മറ്റൊരു വിഷയം പറയാറുള്ളത്, അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭാര്യമാരിൽപ്പെട്ട ഹഫ്സ ബീബി റളിയല്ലാഹു അൻഹായും ആയിഷ ബീബി റളിയല്ലാഹു അൻഹായും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈനബ് ബീബി റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ നിന്ന് അസർ നിസ്കാരത്തിന് ശേഷം വീട്ടിലേക്ക് പുറപ്പെടുകയും അവിടെ വെച്ച് തേൻ കുടിക്കുകയും ചെയ്ത സംഭവം, ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്താണ്. ഇൻ തൂബ ഇലല്ലാഹി ഫഖദ് സഗത് ഖുലൂബുകുമാ വ ഇൻ തളാഹറ അലൈഹി ഫഇന്നല്ലാഹ ഹുവ മൗലാഹു വജിബ്രീലു വസ്വാലിഹുൽ മുഅ്മിനീൻ വൽ മലായികതു ബഅദ ദാലിക ലഹീറ എന്ന ആയത്ത്. നബിയെ, അങ്ങൻ്റെ സഹായി അള്ളാഹുവാണ്, ജിബ്രീലാണ്, അമ്പിയാക്കളും ഔലിയാക്കളും അങ്ങൻ്റെ സഹായിയാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ഒറ്റക്കല്ല, നിങ്ങളുടെ പക്ഷത്ത് അമ്പിയാക്കളും മലക്കുകളും ഔലിയാക്കളും ഒക്കെയുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പറയുന്ന, അസാ റബ്ബുഹു ഇൻ തല്ലഖകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുന്ന മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ. നിങ്ങൾ ആ ഭാര്യമാരെ ഹഫ്സ ബീവിയെയും ആയിഷ ബീവിയെയും ഒക്കെ വിവാഹമോചനം നടത്തുകയാണെങ്കിൽ, ഓ നബിയെ, അങ്ങേക്ക് അവരെക്കാൾ ഹൈറായ ഭാര്യമാരെ ഞാൻ നൽകാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു വിഷയമുള്ളത്, ഒരു ആരോപണം ഉന്നയിക്കാറുള്ളത് എന്താണ്? സൈനബ് ബീവി റളിയല്ലാഹു അൻഹായെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിന് പറയാറുള്ളത്, വളർത്തുപുത്രൻ അത് സ്വന്തം പുത്രനല്ലേ എന്ന ന്യായീകരണമാണ് പറയാറുള്ളത്. എന്നാൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഭരണഘടനയാകുന്ന പരിശുദ്ധ ഖുർആൻ എന്താണോ പറഞ്ഞത് അതാണ് മുസ്ലിമീങ്ങൾ സ്വീകരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ 4-ാമത്തെ വാചകമായി കാണാം, മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി വമാ ജഅല അസ്വാജുകും. നിങ്ങളുടെ ആരുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു ഹൃദയത്തെ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടില്ല. നിങ്ങളുടെ ആരുടെയും ഭാര്യമാരെ നിങ്ങളുടെ ഉമ്മമാരും ഞാൻ ആക്കിയിട്ടില്ല. 2 കാര്യത്തെ ഇസ്ലാം നിശിതമായി വിമർശിക്കുകയാണ്. 2 കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിലക്കുകയാണ്. എന്താണോ ഈ കാര്യം?
ഒന്ന്, അറേബ്യൻ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ജാഹിലിയത്തിൽ ഒരു സ്വഭാവമുണ്ടായിരുന്നു, ഭാര്യമാരെ ഉമ്മ എന്ന് വിളിക്കുന്ന അതിനെവിടെ നിരാകരിക്കുകയാണോ? അതുപോലെ തന്നെ മറ്റൊരു സംഭവം എന്താണ്? ഈ ദത്തുപുത്രന്മാരെ അവരിലേക്ക് ചേർത്ത് വിളിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിനെയും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്സാബിലൂടെ, സൂറത്തുൽ അഹ്സാബിലൂടെ അല്ലാഹു പറയാണ്, ഉദ്ഉഹു ലിഅബാഹിം, അവരെ നിങ്ങൾ അവരുടെ പിതാക്കളിലേക്ക് ചേർത്ത് വിളിക്കണം. ഇനി പിതാക്കളെ അറിയില്ലെങ്കിൽ അവരെ നിങ്ങൾ അഖ്വാനുൽ മുസ്ലിമൂൻ, മുസ്ലിം സഹോദരൻ എന്ന നിലക്ക് നിങ്ങൾ പരിചയപ്പെടുത്തണം എന്ന്. അപ്പോൾ ഈ ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ഒന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത് ശരിയായിരുന്നു എന്ന് മാത്രമല്ല, അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്ത സൈനബ ബീവി റളിയല്ലാഹു അൻഹു സെയ്ദ് റളിയല്ലാഹു അൻഹുമായി ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ആ ആയത്തിനെ വിശദീകരിച്ച മുഫസ്സിരീങ്ങൾ പറഞ്ഞതായി കാണാം. പലപ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കിടയിലുള്ള പണക്കം തീർക്കാൻ വേണ്ടി മധ്യസ്ഥത വഹിച്ചിട്ടുണ്ട് എന്നുള്ളതും ഉള്ള യാഥാർത്ഥ്യവും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.